അല്ല ഇപ്പൊ പൊട്ടിക്കാനാ അത്താണ് ഞങ്ങളുടെ അമ്പലത്തിലെ ആനോട്ടാണ്. ഒരുത്തൻ ആനോട്ട് കാണാൻ പോവാ, ഒരാള് ഇതേ വേറെ പരിപാടിയിലാണ് കേട്ടെ. നമ്മുടെ മെയിൻ ഡാവ്. എവിടെ പോയിടി? പൊടിയായി പൊടിയായി പൊട്ടിക്കാലാ. ഞാനിവിടെ അല്ല പൊട്ടിക്കാ. എവിടെ 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 ഇവിടെ വായോ, പൊട്ടിച്ചിട്ട് വരാം. എന്നിട്ടാ എന്തോ പൊട്ടിക്കാനവിടെ ചെന്നിട്ടുണ്ട്. അടിയിലില്ലേ ആ പൊട്ടിച്ചൂടെ? നമ്മുടെ കൂട്ടുകാരന്റെ മീൻ വണ്ടിയാണ് രാത്രി ഇവിടെ കൊണ്ടുവിടേണ്ടത്. പൂക്കളത്തിന്റെ പരിപാടിയാണ്. വെല്ലിശം പൊട്ടിച്ചു കൊടുക്കണ്ട ചേട്ടനാണ് കേട്ടാ. അയ്യോ മതി, അതിനുള്ള പൂക്കളം മതി മതി. അപ്പൊ അതേ വരുന്നുണ്ട് കേട്ടോ. എന്താ എല്ലൊക്കെ പൊട്ടിച്ചിട്ട് ഈ പൂവ് കണ്ട, ഇത് കുറച്ച് പൂവ് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട, ഒരു റോസ്, പിന്നെ സെണ്ടുമല്ലി, പിന്നെ എന്തൊക്കെയുണ്ട്. ഇത് എന്തൊരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ കാണിച്ചു തരട്ടാ. ഇന്നലെ രാത്രി 11 മണിക്ക് എന്നെ കൊണ്ടുപോയിട്ട് തൃശ്ശൂർ കൊണ്ടുപോയിട്ട് പൂരപ്പറമ്പിൽ നിന്ന് മേടിപ്പിച്ച പൂവാണ് ഇട്ടത്. നിങ്ങൾ ആലോചിക്കണം. പൂവാണെങ്കിൽ കുഴപ്പമില്ല. പൂവ് മേടിക്കാൻ പോയപ്പോൾ എൻ്റെ ഒരു ചായ ഒരു ഷേക്ക് 2 ചായ മേടിച്ച് എൻ്റെ ആ കാശ് പോയി. എവിടെ പിന്നെ നമ്മൾ തൃശ്ശൂർ പൂക്കളത്തിൻ്റെ ഡിസൈനും കണ്ടു കേട്ടോ. അപ്പോൾ ഒരാളിതവിടെ ഇസ്തിരിപ്പെട്ടിയുടെ പണിയിലാണ്. മോൻ മറ്റേ ആനൂട്ട് കാണാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തെ അമ്പലത്തിൽ ആനൂട്ടാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞു കേട്ടോ. അതേപ്പോൾ പൊന്നൂസ് ഇവിടെ പൊടി, ഇവിടെ പരിപാടി ഇവിടെ എന്തായി പൂക്കളം സെറ്റ് ആവണല്ലോ. സെറ്റ് ആവണല്ലോ. നമ്മൾ നേരെ പൊന്നമ്പിളി ചേട്ടട്ടെ പൂവില്ലാണ്ടല്ലോ. നമ്മുടെ ചേട്ടനും വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഞങ്ങൾ ദുബായിക്കാരാ വീഡിയോ കോളാ. ചേട്ടനെ ക്യാമറയിൽ എടുത്ത് കിട്ടിട്ട് നോക്കിയേ 100 രൂപയ്ക്ക് ഇന്നലെ 100 രൂപയ്ക്ക് മേടിച്ച പൂവാ കുറേ ഉണ്ടിട്ടാ. ഞങ്ങൾ ഇന്നലെ തൃശ്ശൂർ 1 മണി 12 മണിക്ക് പോയി മേടിച്ച. അപ്പൊ തന്നെ പൂക്കളാട്ടാ. ഈ പൂ മേടിക്കാൻ പോയ കഥ ഇതിലിട്ടുണ്ട്, കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അവിടെ പൂവിന് വില കൂടുതലായത് കൊണ്ട് നമ്മൾ തൃശ്ശൂർക്ക് പോയിട്ട്, അപ്പോൾ തൃശ്ശൂരും പൂ മേടിക്കാൻ പോയപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ. 12 രൂപയുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ചായയും മേടിച്ചു, പൊടിമോൾക്ക് ഒരു ഷേക്കും മേടിച്ചു കൊടുത്തു. അപ്പോൾ ഈ കട വരുന്നത് തൃശ്ശൂർ പടിഞ്ഞാറ കോട്ടയമ്മലാണ് കേട്ടോ. അപ്പോൾ ഷേക്കിന്, ഷാർജ ഷേക്കിന് വരുന്നത് 60 രൂപയാണ് കേട്ടോ. 60 രൂപയ്ക്കൊക്കെ ഷേക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും, പക്ഷേ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ കുറേ രാത്രിയൊക്കെ ഒരുവിധം സമയം തുറന്നിരിക്കാറുണ്ട്. എത്ര മണി വരെ കറക്റ്റായി തുറന്നിരിക്കുന്നറിയില്ല. അപ്പോൾ ഈ സ്ഥലം പിന്നെ പടിഞ്ഞാറ കോട്ടയം. അപ്പം എൻ്റെ ഒരു ഷെയ്ക്ക് പോയി പൂ മേടിക്കാൻ. പിന്നെ ഷെയ്ക്ക് കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. അങ്ങനെ തേക്കിങ്ങാട് മൈതാനത്തിലുള്ള അത്തപ്പൂക്കളം കാണാമെന്ന് വെച്ച് പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ നടുവിലാൽ വരുന്നത്. ഇവിടെയാണ് എല്ലാ പുലികളും വന്നിട്ട് നാളികേരം ഉടയ്ക്കുന്ന സ്ഥലമാണ് കേട്ടത്. അപ്പം മഴയും പെയ്യുന്നുണ്ട്. അത്തപ്പൂക്കളത്തിൻ്റെ പരിപാടികൾ തുടങ്ങിയോന്ന് നോക്കും വേണം. അതിൻ്റെ കൂടെ തന്നെ പൂക്കളും മേടിക്കാന്നുള്ളൊരു മൈൻഡിലാണ് പോണത്. കണ്ടില്ല ചിരിക്കില്ല. രാത്രി 12 കണ്ട ചെറിയ പഴയ റൗണ്ടിന് കേട്ടോ. അപ്പോൾ റൗണ്ടിൽ തിരക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പൂക്കള സ്ഥലത്തേക്ക് എത്താൻ പോവാണ് ഫ്രണ്ട്സ്. അങ്ങനെ അപ്പോൾ നമ്മൾ പാറമേക്കാവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പാറമേക്കാവിൻ്റെ മുമ്പിലാണ് പൂവ് വെക്കണത്. ഇത് നമ്മുടെ തൃശ്ശൂരിലെ ആൾക്കാർക്കൊക്കെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ നേരം ആയതുകൊണ്ട് ഇവിടെ ആരും ഇല്ല, അധികം ആൾക്കാരൊന്നും ഇല്ല. ഇത് കാണാനാണ് പാറമേക്കാവ് കേട്ടോ. അപ്പോൾ പാറമേക്കാവിൻ്റെ നേരെ മുമ്പിലാണ് പൂവ് വെക്കണ കടകൾ കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. ഇതൊക്കെ നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടോ, ഭയങ്കര തിരക്കും. അപ്പോൾ മഴ പെയ്യണത് കാരണം കൊണ്ട് വീഡിയോമേ ക്യാമറമേ വെള്ളമായിട്ട് കുറച്ച് വീഡിയോ ക്വാളിറ്റി കുറയും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വണ്ടി വെച്ചിട്ട് എന്തായാലും പൂ മേടിക്കാൻ പോവാം. അങ്ങനെ ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാറമേക്കാവ് അപ്പോൾ പൂ മേടിക്കാനുള്ള സെറ്റപ്പിലാണ്. പൂക്കടയിലേക്ക് പോവാണ്. അപ്പോൾ പൂ നോക്കാം നമുക്ക്.
നമ്മുടെ അവിടെയൊക്കെ പൂവിന് ഭയങ്കര വിലയാണ്. അപ്പോൾ അതെ 100 രൂപ ഇട്ടിട്ടാ. നമ്മുടെ അവിടെ ഭയങ്കര പൈസയാണ്. അപ്പോൾ അതുകൊണ്ട് പൂ മേടിക്കാൻ വന്നു. പൂ മേടിക്കാൻ വന്നല്ല, ഇവിടെ നോക്കട്ടെ, പൂ നോക്കട്ടെ എത്ര തരം പൂവുണ്ട്. 6 തരം നോക്കട്ടെ തുറന്ന്. അപ്പോൾ നാളത്തേക്കുള്ള പൂ സെറ്റായിട്ടാ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ അത്തപ്പൂക്കളം കാണാനും പറ്റി പോയപ്പോൾ അവിടെ വരച്ചുണ്ട്. പക്ഷെ മഴ പെയ്യണ കാരണം അത്തപ്പൂക്കളം ഇട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ 4 മണി, പുലർച്ചെ 4 മണിക്കാണ് അത്തപ്പൂക്കളം ഇടണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ മഴ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ തിരിച്ച് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പൂ മേടിക്കേണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് പൂവും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പാറമകാവിൻ്റെ മുമ്പിലുള്ള ഈ ഷോളോളിക്ക് വരാം. ഇവിടെ ആണെങ്കിൽ വില കുറവ് വയ്ക്കണം കേട്ടോ. ഇപ്പോഴത്തെ ഇത് നോക്കണ്ട, നാളെ പുലർച്ചെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ കുറേ പൂവൊക്കെ ഉണ്ട് കേട്ടാ. ഒമ്പ് ഇത് നോക്കിയടി കുറേ ഉണ്ട്. ഇത് കുറേ ഉണ്ടല്ലേ. ഞാൻ അത്ര ഉണ്ടെന്ന് വിചാരിച്ചില്ല. ഞാൻ ഇട്ടിട്ടുള്ളൂട്ടാ. ഞാൻ പൊടിവെള്ള് ഒച്ച ശബ്ദം. അതെ, ഇത് വഴിയാണ്. ഇത്രയേ ഉള്ളൂ നമുക്ക് സ്ഥലം. ഇത്ര ഇത് വഴിയാണ്. ഇത് നമ്മളവിടെ ഇട്ടാറ്. അപ്പോൾ ഇറയത്ത് ഇപ്പം വല്ല പോയി കഴിഞ്ഞാൽ നമുക്ക് പോവും. പിന്നെ ഇവിടെ പട്ടിയൊക്കെ വരും കേട്ടാ. പിന്നെ മഴ പെയ്താ പോവും. സാധാരണ അവിടെ ഇടാറ്. ഇപ്പം ഇന്നെന്താ ഇവിടെ ഇട്ടേക്കണേ? അപ്പൊ ഇവിടെ ഇട്ടാല് ഇതാവില്ലേ? വന്നിട്ടില്ല ആവട്ടെ. കുമ്പ് ഇതൊക്കെ ഇട്. നമുക്ക് നാളെ മേടിക്കാൻ. വേറെ റോസാപ്പൂണ്ട്, മണ്ടുമല്ലി ഉണ്ട്. അല്ല, ഇത് നാളത്തേക്ക് എടുത്ത് വെച്ച് കേടാവില്ലേ? അതൊന്നും വേണ്ട, നിക്കാതെ ചെയ്യും. എവിടേക്ക് പോയേ? ഇത്ര അധികം പൂവുണ്ടായിട്ട് പുല്ലും വക്കോലൊക്കെ പറിക്കാൻ പോയിക്കവള്. വാ മതി. ഇതൊക്കെ കിട്ടാ. ഉണ്ടാ പിഷ്കത്തരം കണ്ടില്ലേ? കുഴപ്പമില്ല, എൻ്റെ കാശ് പോയില്ലല്ലോ. വായ ഇത് കഴിഞ്ഞ നമുക്ക് ആനൂട്ട് കാണാൻ പോവാം. ആനൂട്ട് കഴിഞ്ഞാ കുട്ടൂസ് പോയാ? എപ്പോഴാ ആനൂട്ട്? 7:30 പോയതേ പോയാ? പിന്നല്ലാണ്ട്. അയ്യോ, ഇവിടെ ഒരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടെ ഇവിടേക്ക് പെൺകുട്ടികളേതാ വല്ലവരും വരില്ല. ആരാ കാർന്നല് പോകുമ്പോ ചോദിക്കുന്നുണ്ട് നമ്മുടെ ബാറില്ല. ബാഗ് എടുക്കുമ്പോവാ പൂക്കളാ. ഇപ്പൊ പൂക്കളത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കണ കേട്ടാ. എന്തോ ഇല പൊട്ടിച്ചുകൊണ്ടുവന്നുണ്ട്. പിന്നെ വട്ടനൊന്നല്ല, വട്ടൊക്കെ മാറി ഓവൽ ഷേപ്പാണ്. ഓവൽ. ഓവലാണ് കേട്ടോ. ഫസ്റ്റത്തെ പൂക്കളാണ്. അതായത് ഈ കൊല്ലത്തെ ആദ്യത്തെ പൂക്കളം. മാമന്റെ ആദ്യത്തെ കല്യാണമാണോ? ആദ്യത്തെയും അവസാനത്തെയും എന്ന് പറയണ പോലെ. അപ്പൊ ഞാൻ ഉറക്കത്തിൽ നിന്ന് എനിക്ക് വന്നല്ലോ കേട്ടോ. എന്റെ കൊല്ലം എങ്ങനെയാണ്? പൊടിമോള് കുളിച്ചിട്ടാണ് പൂക്കളറിഞ്ഞ കേട്ടാ. പിന്നെ പൊന്നൂസ് കുളിച്ചിട്ടില്ല. പൊന്നൂസ് അവിടെ ഇസ്തിരി പെട്ടിമ പിടിച്ചിട്ടുണ്ട്. അച്ഛനൊരു പണി തരട്ടെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വേണം. നമ്മുടെ കൊച്ചാപ്പിയേട്ടൻ വരുന്ന മീൻ മലയാളി. മലയാളി എന്താ എന്താ വിശേഷം? വണ്ടി എടുക്കാനാണ് ഞാൻ വിചാരിച്ചത്. വണ്ടി ഇങ്ങോട്ട് ഇത് ഇവിടേക്ക് പ്രവേശനമില്ല. ഇത് വണ്ടിയാണ്. ഇവിടെ പൂക്കളം പൂ, മോളുടെ പൂക്കളം പൂ. അതായത് പ്രവേശനമില്ല. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ മലയാളി കൊച്ചാപ്പി മലയാളിട്ടാ. മീൻകാരൻ അതൊക്കെ ഇട്ട് ഞാൻ പകുതി ഒന്ന് മുറിച്ചോന്ന്. ഈ ഓറഞ്ച് പൂവിന്റെ അതന്നെ. ഓറഞ്ച് അല്ലല്ലോ, വയലറ്റ് പൂവിന്റെ. അച്ഛൻ കുളിച്ചിട്ടില്ല. കുളിക്കാണ്ട് പോകുമ്പോ തൊട്ട് രസല്ലേ ഇടട്ടാ. പൊടിമോളുടെ പൂക്കളത്തിന്റെ പരിപാടി, അത്തപ്പൂക്കള പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതിനെ എന്നിട്ട് ഈ മുട്ട് ഉണ്ടൊക്കെ കൊട്ടിട്ട് ഇതേണ്ട ഇതിന് പൊടിമോളുടെ ഇന്നത്തെ പൂക്കളം. പിന്നെ പിഷ്കത്തി ആയതുകൊണ്ട് കുറെ പൂവ് എടുത്തു വെച്ചിട്ടാ. അപ്പൊ ഇതൊക്കെയാ അമ്മമ്മയുടെ വീട്ടിൽ പോയിടണം. അപ്പൊ ഇതാണ് നമ്മുടെ
പൂക്കളം, ഈ കൊല്ലത്തെ പൂക്കളം, പൊടിമോളുടെ പൂക്കളം. ഇത് നമ്മുടെ വീട്ടിൽ കുറേ പട്ടികൾ വരും, പിന്നെ ഈ വഴി കൂടെ ആൾക്കാർ പോകണ ഞാൻ പറഞ്ഞില്ലേ. അതായത് നമുക്ക് ഇത് നോക്കട്ടെ, ഇതില്ലേ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ ചവിട്ടുപടി, ഇതാണ് ഇതാണ് നമ്മുടെ അതിർത്തി. കണ്ടാ ആ മുട്ട വെച്ചാണ് അതിർത്തി. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കോല് വഴിയുള്ളൂ. ഇതാണ്ട ഇത് ഈ വീട്ടിലേക്കാണ് കേട്ടോ. ആ വീട്ടിലേക്കും ഈ വീട്ടിലേക്കും ഇതിൻ്റെ മുകളിലൊരു വീടുണ്ട്, അവിടേക്കാണ്. അപ്പോൾ അവിടെയാണ് ഈ പൂക്കളം ഇട്ടിട്ടുള്ളത്. വൈകിട്ട് എന്ത് സംഭവിക്കുന്ന അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഡിങ്കു ഇതിൽ വന്നിട്ട് ചാടി മറിയായിരുന്നു കഴിഞ്ഞ കൊല്ലം. പക്ഷെ നമ്മുടെ ഡിങ്കുമോൻ നമ്മളെ പൊരിഞ്ഞ് പോയി, മരിച്ചു പോയിട്ടാണ്. അപ്പോൾ ഡിങ്കുവിൻ്റെ സഹോദരൻ ഉണ്ട് ഇവിടെ, കറുപ്പ്. കണ്ട കറുപ്പേ, ഹാപ്പി ഓണം പറഞ്ഞ. അപ്പോൾ ഇതാട്ടാ പൂക്കള പരിപാടിയൊക്കെ കഴിഞ്ഞു. മന്തിയപ്പോ എടുത്തു വയ്ക്ക്, ഞാനോട്ട് കാണാൻ പോണം. അപ്പൊ ആനൂട്ട് കാണാൻ പോകണം കേട്ടോ പൊടിമോള്. അപ്പൊ ഇന്നത്തെ പൂക്കള മത്സരം കഴിഞ്ഞു. പറയപ്പോ എനിക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം പറയ്. എല്ലാവർക്കും ഹാപ്പി ഓണം. പിന്നെ ലാസ്റ്റ് ഓണത്തിന് എല്ലാവർക്കും മാറാപ്പോയി. അതിന്റെ വീഡിയോ നമ്മൾ എടുക്കുന്നതായിരിക്കും. പിന്നെ എല്ലാവരിലേക്ക് സപ്പോർട്ട് ഷെയർ എല്ലാവർക്കും ശുഭദിനം. അടുത്ത വീഡിയോ വരുന്ന എല്ലാവർക്കും ബൈ ബൈ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം, ശുഭദിനം.